എല്ലാ കാറ്റും ഒരേ ഭാവത്തിലല്ല, ഒരേ ഊക്കിലുമല്ല. ഇമാം റാസി പറഞ്ഞത് നമ്മൾ ശ്രവിക്കുകയുണ്ടായല്ലോ. അബൂ ഹുമൈദ് അസ്സാഇദി റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞത് ചരിത്രത്തിൽ വായിക്കാനാവും. തബൂക്ക് യുദ്ധവേളയിലാണ് ഈ സംഭവം ഉണ്ടായത്. മുസ്ലിമീങ്ങൾ അന്ന് തബൂക്കിലെത്തി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പമുണ്ട്. തിരുനബി പറഞ്ഞു, അമാ ഇന്നഹാ സതഹുബ്ബു അലൈക്കുമുൽ ലൈലതി റീഹുൻ ശദീദ്. ഈ രാത്രി നിങ്ങൾക്ക് മേൽ അതിശക്തമായ ഒരു കാറ്റടിക്കാനിരിക്കുന്നു. ഫലാ യഖും ഫീഹാ അഹദും മിൻകും. ആ കാറ്റടിച്ചാൽ ആരും നിങ്ങൾ എഴുന്നേൽക്കരുത്. വമൻ കാന ലഹു ബഈറുൻ ഫൽയശുദ്ദ ഇഖാലഹു. ഒട്ടകങ്ങൾ കൂടെയുള്ളവർ അതിൻ്റെ കെട്ടുകയർ ശക്തമായി മുറുക്കി കെട്ടിക്കൊള്ളുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി അതിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞതാണ്. ആരും എഴുന്നേൽക്കരുത്, ഒട്ടകങ്ങളെ മുറുക്കി കെട്ടിയിടുക എന്ന്. അബൂ ഹുമൈദ് പറയുകയാണ്, അങ്ങനെ ഞങ്ങൾ ഒട്ടകങ്ങളെയെല്ലാം ബന്ധിച്ചു. ഫഅഖൽനാഹ ഫലമ്മ കാന മിനൽ ലൈൽ. രാത്രി ആയപ്പോൾ ഹബ്ബത് അലൈനാ റീഹുൻ ശദീദ. ഞങ്ങളുടെ നേരെ കടുത്ത ഒരു കാറ്റ് അടിച്ചു വീശി. ഫഖാമ റജുലുൻ. ആ കാറ്റടിച്ചപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന് എതിരിൽ അയാൾ എഴുന്നേറ്റു. അബൂ ഹുമൈദ് പറയുകയാണ്, അത് കാരണത്താൽ ഫഹമലത്ഹു റീഹു ഹത്താ അൽഖതുഹു ഫീ ജബലി തൊയ്ഇൻ. ആ വ്യക്തിയെ കാറ്റ് എടുക്കുകയും തൊയ് മലകളിൽ കൊണ്ടിടുകയും ചെയ്തു എന്നാണ്. തബൂക്കിൽ നിന്ന് തൊയ് മലകളിലേക്ക് വലിയ ദൂരമുണ്ട്. ഇന്ന് തബൂക്ക് അറബൻ ഉപദ്വീപിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. തൊയ് മലകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഹായിൽ പ്രവിശ്യയുടെ ഭാഗത്താണ്. എത്ര ദൂരമുണ്ട്? ഈ കാറ്റ് അയാളെ അങ്ങോട്ട് കൊണ്ടിട്ടു എന്നാണ് ഹദീസിൽ പരാമർശമായിട്ടുള്ളത്. ഞാനിത് ഉദ്ധരിച്ചത് കാറ്റിൻ്റെ പ്രത്യേകതയും സ്വഭാവവും നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വതസ്രീഫുർ റിയാഹ് എന്ന് പറയുമ്പോൾ കാറ്റുകളെ ചലിപ്പിക്കുന്നതിലും ഗതി മാറ്റുന്നതിലും ഭാവം മാറ്റുന്നതിലും ഉള്ള ദൃഷ്ടാന്തങ്ങൾ ഉണർത്തുമ്പോൾ ഇത്തരം ഉദാഹരണങ്ങൾ അതെങ്ങനെ എന്ന് മനസ്സിലാക്കുവാൻ ഉപകരിക്കുന്നതിന് വേണ്ടിയാണ്. മറ്റൊരു സംഭവം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നതാണ്. ഹാജത്തി റീഹു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുദൂതരുടെ കാലത്ത് ഒരു കാറ്റടിച്ചു വീശി. ഫസബ്ബഹ റജുലുൻ. ഒരു മനുഷ്യൻ ആ കാറ്റിനെ കുറ്റപ്പെടുത്തി ശകാരിച്ചു. ഉടൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബഹ. ഒരിക്കലും കാറ്റിനെ ചീത്ത പറയരുത്. ഫഇന്നഹ മഅ്മൂറത്തുൻ. കാരണം കാറ്റ് കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് അത് അടിച്ചു വീശുന്നത്. അർരീഹു മിർ റൗഹില്ലാഹ്. കാറ്റ് അള്ളാഹുവിൻ്റെ റൗഹാണ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസമാണ്. ഫറൗഹുല്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസം. തഅതി ബിർ റഹ്മതി. അത് റഹ്മത്തായി വരും. തഅതി ബിൽ അദാബ്. ശിക്ഷയായും വരും. കാറ്റ് അതിന് റഹ്മത്ത് എന്നൊരവസ്ഥ ഉണ്ട്, ശിക്ഷ അദാബ് എന്നുള്ളൊരവസ്ഥയും ഉണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫൈദാ റഅയ്തും മാ തക്റഹൂൻ. നിങ്ങൾക്ക് അനിഷ്ടമായി കാറ്റിനെ നിങ്ങൾ കണ്ടാൽ ഫഖൂലു, നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹിർ റീഹ് വ ഖൈരി മാ ഫീഹാ വ ഖൈരി മാ ഉമിറത് ബി. അല്ലാഹുവേ, ഈ കാറ്റാകുന്ന നന്മയെ, ഈ കാറ്റിലുള്ള നന്മയെ, ഈ കാറ്റ് അയക്കപ്പെട്ടതിലെ നന്മയെ ഞങ്ങൾ ഇതാ നിന്നോട് യാചിക്കുന്നു, തേടുന്നു. വനഊദു ബിക മിൻ ശർരി ഹാദിഹിർ റീഹ് വ ശർരി മാ ഫീഹാ വ ശർരി മാ ഉമിറത് ബി. ഈ കാറ്റിലെ തിന്മ, അതിലുള്ള തിന്മ, അതേതൊന്നുകൊണ്ട് നിയോഗിക്കപ്പെട്ടുവോ അതിലെ തിന്മ, അതിൽ നിന്നെല്ലാം ഞങ്ങൾ നിന്നോട് അഭയവും രക്ഷയും തേടുന്നു. ഇങ്ങനെ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവം നമ്മളോട് പറയുന്നത് കാറ്റ് റഹ്മത്തുമായി വരും, കാറ്റ് ശിക്ഷയുമായി വരും എന്നുള്ള കാറ്റിൻ്റെ രണ്ട് പ്രത്യേകതകളെയാണ്.